ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. സൂറത്തുൻ നംലിലെ 19, 20 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. فتبسم ضاحكا فتبسم എല്ലാ ഹർഫുകളും ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്, തർത്തീബ് ചെയ്യേണ്ടവയാണ്. ഒന്നിനും തഫ്ഖീം വരുന്നില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ضاحك ضاد ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. അതിന് മാത്രമായി ഇസ്തിത്വാല എന്ന സിഫത്തുണ്ട്. അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫ്, അതിനും തഫ്ഖീം കൊടുക്കണം. ദ്വാദിന് തഫ്ഖീം വേണം, അലിഫിനും തഫ്ഖീം വേണം. അപ്പോൾ നാവിൻ്റെ സൈഡിൽ നിന്നാണ് അതിൻ്റെ മഖ്റജ്. ഇഹ്ദാ ഹാഫത്തൈ ലിസാൻ മഅ മാ യുഹാദിഹ മിനൽ അദ്റാസിൽ ഉൽയ. മേലെ അണപ്പല്ലും നാവിൻ്റെ അരുവും ചേർത്തുകൊണ്ടാണ്, നീളത്തിലാണ് അതിൻ്റെ മഖ്റജുള്ളത്. അപ്പോൾ ഫതബസ്സമ ضاحكا من قولها ضاحكا എന്നുള്ള തൻവീനിനെ മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇത് വാമ്പി ഒന്ന ക്യാമിൽ. ضاحكا من قولها അവിടെ സാക്കിന് താനൂനും ശേഷം ഖാഫും വരുന്നുണ്ട്. ഇസ്തിഅലാഇൻ്റെ ഹർഫാണല്ലോ ഖാഫ്, തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ നൂനിൻ്റെ മണിക്കല്ലും തഫ്ഖീം വേണം. ഇഖ്ഫാ എന്നതാണ് ഹുക്മ്, ഇഖ്ഫാ ഹഖീഖി. ആ ഇഖ്ഫായിലും തഫ്ഖീം വേണം. അപ്പോൾ മിൻ ഖൗലിഹ എന്ന് ഉച്ചരിക്കുക. വഖാല റബ്ബി, വീണ്ടും ഖാഫും അലിഫും തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങൾ. ഇസ്തിഅലാഇൻ്റെ ഹർഫായ ഖാഫ്, അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫ്. വഖാല എന്ന് പറയുക. റബ്ബി റാഇനും പൂർണ്ണമായ തഫ്ഖീമാണ്. وقال رب أوزعني ശ്രദ്ധിക്കുക ഈ പദങ്ങളൊക്കെ. أوزعني وقال رب أوزعني أن أشكر نعمتك. أوزعني എന്നതിലെ യാഇന് നൽകുന്ന ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ട ദീർഘം. ഔസിഅനി അൻ അഷ്കുർ, അൻ എന്നതിൽ സാക്കിൻ ദാനൂൻ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. അൻ അഷ്കുറ നിഅമതക്, അഷ്കുറ ഷീന് വ്യക്തമാക്കി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. കാഫ് ഇതിന് ശേഷം റായിന് തഫ്ഖീമാണ്. കാഫ്, ഷിദ്ദ, ഹംസ് തുടങ്ങിയ സിഫത്തുകളൊക്കെ ഉള്ള അക്ഷരം ഇസ്തിഫാലിൻ്റെ ഹർഫ്. അഷ്കുറ റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക്. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ കാഫ് നിഅമതക് എന്ന് ഹംസോടുകൂടി വഖഫ് ചെയ്യുക. ഹംസും ഷിദ്ദത്തും ഒക്കെ ഉണ്ട്. ചേർത്തോതുമ്പോൾ അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലൈ എന്ന് ചേർത്തോതുക. നിഅമതക അല്ലതി അൻഅംത എന്ന പദത്തിൽ 2 ഇൽഹാറുകളുണ്ട്. അൻഅംത എന്ന പദത്തിൽ 2 ഇൽഹാറുകളുണ്ട്. ആദ്യത്തേത് ഇൽഹാർ ഹൽഖി,
രണ്ടാമത്തേത് ഇൽഹാർ ഷഫവി. അൻ എന്ന സാക്കിനത്തെ നൂനിനെ ഇൽഹാർ ഹൽക്കി ചെയ്യണം. അൻഅംത എന്ന സാക്കിനത്തെ മീമിനെ ഇൽഹാർ ഷഫവിയും ചെയ്യണം. അൻഅംത അലയ്യ വഅലാ വാലിദൈ. അവിടെ അല്ലതീ എന്നതിലെ യാഇൻ്റെ ദീർഘം നേരത്തെ വന്ന ഔസിഅനി എന്ന അതേ ദീർഘം തന്നെ മദ് മുൻഫസിൽ ജായിസ് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. അല്ലതീ അൻഅംത അലയ്യ വഅലാ വാലിദൈ. അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. വാവുകളൊക്കെ വ്യക്തമായി ചുണ്ടിൽ നിന്ന് തന്നെ ആവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഐന് തൊണ്ടയുടെ മധ്യം എന്ന അതിൻ്റെ മഖ്റജിൽ നിന്നും ഉച്ചരിക്കുക. അലയ്യ വാലിദയ്യ ഇവിടെയൊക്കെ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ ഒരു ദഗ്ത്, ആ ഒരു ഉച്ചാരണം. അവിടെ അലയ്യ് വാലിദയ്യ് എന്നൊന്നും പറയില്ല, മറിച്ച് അലൈ വാലിദൈ വാലിദൈ. വാലിദൈ ഒരു ദീർഘം പോലെയോ ലൂസാക്കി പോലെ വളരെയധികം അയവോടുകൂടി അങ്ങനെയല്ല. അൻഅംത അലയ്യ വഅലാ വാലിദൈ വഅലാ വാലിദയ്യ വഅൻ അഅ്മല സാലിഹൻ വഅൻ അഅ്മല. വീണ്ടും സാക്കിനത്തെ നൂൻ ശേഷം ഹംസ ഇൽഹാർ ഹൽക്കി മണിക്കാതെ വെളിവാക്കുക. വഅൻ അഅ്മല സാലിഹൻ തർദാ. സാലിഹൻ സ്വാദ് ഇസ്തിഅലാന്റെ ഹർഫാണ്. ദീർഘാക്ഷരമായ അലിഫ് തഫ്ഖീം ചെയ്യണം. രണ്ടും തന്നെ സ്വാദിനും തഫ്ഖീം അലിഫിനും തഫ്ഖീം. സാലിഹൻ തർദാഹു. തർദാഹു റാഇന് തഫ്ഖീമാണ്, ദ്വാദിന് തഫ്ഖീം, അതിൻ്റെ ദീർഘാക്ഷരത്തും തഫ്ഖീം. തർദാഹു വഅദ്ഖിൽനി. തർദാഹു വഅദ്ഖിൽനി ബിറഹ്മതിക്. വഅദ്ഖിൽനി ദാല് ഖൽഖല സുഗ്റ നൽകി സുക്കൂൻ ചലിപ്പിച്ച് വ്യക്തമാക്കി ഉച്ചരിക്കേണ്ട അക്ഷരം. ഖാ ഇസ്തിഅലാന്റെ ഹർഫാണ്. കസ്റ ആയതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം കൊടുത്താൽ മതിയാവുന്നുണ്ട്. വഅദ്ഖിൽനി ബിറഹ്മതിക്. ഇവിടെ ലാമിന് സുക്കൂനുണ്ട്, ഇൽഹാർ ചെയ്യുക. ലാമുൽ ഫിഅല് എന്നാണ് അതിന് പറയുക. ലാമിന് ഇൽഹാർ ചെയ്യണം. വഅദ്ഖിൽനി എന്നായി പോരുത്, വഅദ്ഖിൽനി വ്യക്തമാക്കണം എന്നർത്ഥം. വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക്. ബിറഹ്മതിക റാഇന് തഫ്ഖീം, ഹാ മഖ്റജിൽ നിന്നാവാൻ ശ്രദ്ധിക്കുക. ബിറഹ്മതിക ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ. ഫീ ഇബാദിക ഐന് വ്യക്തമായി ഉച്ചരിക്കുക. അസ്സാലിഹീൻ സ്വാദ് ഇസ്തിഅലാന്റെ ഹർഫാണ്. തഫ്ഖീം ചെയ്യണം, അതിൻ്റെ അലിഫിനും തഫ്ഖീമാണ്. ഫീ ഇബാദിക സ്സാലിഹീൻ. വതഫഖദത് ത്വയ്റ. വതഫഖദത് ത്വയ്റ. ഈ പദങ്ങൾ ശ്രദ്ധിക്കണം. വ ത ഫ ഇവയ്ക്കൊക്കെ ഇസ്തിഫാലിൻ്റെ തർക്കീഖോട് കൂടിയുള്ള ശബ്ദമാണ്. വ ത ഫ ഖ. ഖാഫിന് തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലായ അക്ഷരം കടുപ്പമുള്ള അക്ഷരമാണ്, ഷദ് ഉള്ളതുമാണ്. വതഫഖദ. വതഫഖദത് ത്വയ്റ. അതിൻ്റെ അടുത്ത് വന്ന ദാല് ഇസ്തിഫാലിൻ്റെ തർക്കീഖ് ചെയ്യേണ്ട അക്ഷരം. ഖാഫ് തഫ്ഖീം ചെയ്യേണ്ടത്. ശേഷം ദാലിന് ശേഷം വരുന്നതോ ത്വാ ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. തഫ്ഖീം ചെയ്യണം, ഖവിയായ അക്ഷരമാണ്. വതഫഖദത് ത്വയ്റ. വതഫഖദത് ത്വയ്റ ഫഖാല. വതഫഖദത് ത്വയ്റ റാഇനും തഫ്ഖീമാണ്. ഫഖാല ഖാഫ് അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫ് ഇവയ്ക്കൊക്കെ തഫ്ഖീം.
فقال ما لي لا أرى الهدهد فقال ما لي لا أرى الهدهد مالية 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 استفهام حرفان اللميم مالية لا أرى അവിടെ ലാ എന്നതിൽ അലിഫിൻ്റെ ദീർഘം അത് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. റാഇന് തഫ്ഖീം കൊടുക്കണം. ലാ അറ ലാ അറൽ ഹുദ്ഹുദ അൽ ഹുദ്ഹുദ്. ദാലിന് സുക്കൂൻ വരുന്നുണ്ട്. ഖൽഖല സുഗ്റ അൽ ഹുദ്ഹുദ അം കാന സാക്കിനത മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. അം കാന മിനൽ ഗായിബീൻ മിനൽ ഗൈന് തൊണ്ടയുടെ അക്ഷരമാണ്. ഹൽഖിയായ ഹർഫ് തൊണ്ടയുടെ മേലേറ്റം അല്ലെങ്കിൽ ഇങ്ങേയറ്റം നാവിൻ്റെ അവസാനിക്കുന്ന അവിടെയുള്ള ആ ഏരിയക്കാണ് അതിനൽ ഹൽഖ് എന്ന് പറയുക. അവിടെ നിന്നാണ് ഗൈൻ ഉച്ചരിക്കുന്നത്. അത് തഫ്ഹീമോട് കൂടി ഉച്ചരിക്കുകയാണ്. ഇസ്തിഅലാൻ്റെ ഹർഫ് കൂടിയാണ്. മിനൽ അലിഫിലും തഫ്ഹീമാണ്. അലിഫിനെയാണെങ്കിൽ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കലും നിർബന്ധവുമാണ്. അത് മുത്തസിൽ വാജിബ് എന്നതാണ്. അപ്പോൾ മിനൽ ഗായിബീൻ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فتبسم ضاحكا من قولها وقال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأدخلني برحمتك في عبادك الصالحين. وتفقد الطير فقال ما لي لا أرى الهدهد أم كان من الغائبين.